ഇന്ത്യക്കാർക്ക് ജർമ്മനി ഒരു മികച്ച തൊഴിലിടം തന്നെയാണ്. ജർമ്മനിയിൽ പഠിക്കാനായി പോകുന്നതും അവിടെ ജോലി ലഭിക്കുന്നതും തുടർന്ന് അവിടെ പൗരത്വം സ്വീകരിക്കുന്നതും നിരവധി ഇന്ത്യക്കാരുടെ സ്വപ്നം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡയിലും UK-യിലും ഇനി കടുപ്പമേറും. അതുകൊണ്ട് തന്നെ പലരും ജർമ്മനിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ചേക്കേറാനാണ് ശ്രമിക്കുന്നത്. 2025 ജർമ്മനി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി വാതിൽ തുറന്നിടുകയാണ്. വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് സർക്കാർ തലത്തിൽ ലഭ്യമാക്കുന്ന കൂടുതൽ സാമ്പത്തിക സഹായങ്ങളും സർവകലാശാലകൾ മുഖേനയുള്ള എറാസ്മസ് ഫണ്ടുമൊക്കെയാണ്. ഉദാരമായ നിരവധി ഫണ്ടിംഗ് സ്കീമുകളും ഡിസ്കൗണ്ടുകളും രാജ്യവ്യാപക യാത്രാ പാസ് പോലുള്ള ആനുകൂല്യങ്ങളും ഉള്ളതിനാൽ താരതമ്യേന കുറഞ്ഞ ജീവിത ചെലവാണ് ജർമ്മനിയിലെന്നാണ് റിപ്പോർട്ട്. 11,904 യൂറോ നിക്ഷേപമാണ് ജർമ്മനിയിൽ സ്റ്റുഡൻറ് വിസ ലഭിക്കാൻ വിദ്യാർത്ഥികൾ അവരുടെ ജീവിത ചെലവുകൾക്കായി പ്രതിവർഷം കാണിക്കേണ്ടത്. പക്ഷേ തൊഴിലാളി ക്ഷാമം നല്ലതുപോലെയുള്ള ജർമ്മനിയിൽ പാർട്ട് ടൈം ജോലികൾ എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും. ഒപ്പം പഠനം പൂർത്തിയാക്കി ഇവിടെ തന്നെ ജോലിയിൽ തുടരുകയും ചെയ്യാം. ഇങ്ങനെ ജോലിയിൽ പ്രവേശിക്കുന്നവർക്കുള്ള സന്തോഷ വാർത്ത എന്ന് പറയുന്നത് മിനിമം വേതനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. 2025 ജനുവരിയോടെ മിനിമം വേതനം മണിക്കൂറിന് 12.82 യൂറോ ആകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 2025 ജനുവരി മുതൽ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ മിനി ജോബ് വഴി പ്രതിമാസം 556 യൂറോ വരെ സമ്പാദിക്കാം. പുതിയ മിനിമം വേതനത്തിൽ പ്രതിമാസം ഏകദേശം 43.3 മണിക്കൂറാണ് ജോലി ചെയ്യാൻ സാധിക്കുക. ഇത് ആഴ്ചയിൽ ഏകദേശം 11 മണിക്കൂറിന് തുല്യമാണ്. ജർമ്മനിയിലെ പല സർവകലാശാലകളും ജർമ്മൻ വിദ്യാർത്ഥികൾക്കെന്ന പോലെ വിദേശികൾക്കും ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക് പോലെയുള്ള സർവകലാശാലകൾ അടുത്ത വർഷം മുതൽ ട്യൂഷൻ ഫീസ് ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 2000 മുതൽ 3000 യൂറോ ആയിരിക്കും സാധാരണ രീതിയിൽ ബാച്ചിലേഴ്സ് വിദ്യാർത്ഥികളുടെ ഫീസ്. ബിരുദാനന്തര ബിരുദം എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4000 മുതൽ 6000 യൂറോ വരെയാണ് ഏകദേശ കണക്ക്. പുതിയ 2 വർഷത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയന്റെ എറാസ്മസ് പ്ലസ് പ്രോഗ്രാമിലൂടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിന് ജർമ്മൻ സർവകലാശാലകൾക്ക് 220 ദശലക്ഷം യൂറോ ധനസഹായം ലഭിക്കും. ഈ പ്രോഗ്രാമിലൂടെ ജർമ്മനി സന്ദർശിക്കുന്ന ഏകദേശം 7000 വിദേശ വിദ്യാർത്ഥികൾക്ക് 31 ദശലക്ഷം യൂറോ അധികമായി ലഭിക്കും. 35 വയസ്സിന് താഴെ പ്രായവും B1 ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് തൊഴിൽ പരിശീലനം തേടുമ്പോൾ 9 മാസം വരെ ജർമ്മനിയിൽ താമസിക്കാനും അനുവാദമുണ്ട്. UK കോഴ്സുകൾക്ക് ചെലവേറുന്നു എന്നതാണ് വിദ്യാർത്ഥികൾ UK കൈയൊഴിയാൻ കാരണം. UK-യിലെ കോഴ്സുകൾക്ക് പ്രതിമാസം 1483 പൗണ്ട് ഫീസ് വരും. ലണ്ടന് പുറത്തുള്ള കോഴ്സുകൾക്ക് ഇത് 1136 പൗണ്ട് വരെ കുറയാം. ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ലണ്ടനിൽ മൊത്തം 13,347 പൗണ്ടും ലണ്ടന് പുറത്ത് 10,124 പൗണ്ടുമാണ് ഇപ്പോൾ ഏകദേശ ചെലവ്. ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സന്നദ്ധമാകാത്തതാണ് കാനഡയോടുള്ള താൽപ്പര്യം വിദ്യാർത്ഥികൾ കുറയാൻ കാരണം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നതിൽ അവിടെ പുതിയ നിയന്ത്രണങ്ങളും വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്റ്റുഡൻറ് വിസയുടെ കാര്യത്തിൽ താരതമ്യേന ഉദാര സമീപനം സ്വീകരിക്കുന്ന US-ഉം വിദേശ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായവും പാർട്ട് ടൈം ജോലിക്ക് അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ജർമ്മനിയും കൂടുതൽ ആകർഷകമായ ലക്ഷ്യങ്ങളായി മാറുന്നത്.